നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആശംസിക്കുക. പ്രിയപ്പെട്ടവരെ, 2026 ആയില്യ നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ആയില്യ നക്ഷത്രത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ആയില്യ നക്ഷത്രത്തിൻ്റെ സ്വഭാവം, ആരോഗ്യം, കുടുംബവും ധനകാര്യപരവുമായ കാര്യങ്ങൾ, രാഷ്ട്രീയം, സാമൂഹ്യ പ്രവർത്തനം ഇവയെല്ലാം ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഒരു വിശകലനമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഈ വർഷത്തിൽ എന്ത് തരം മാറ്റങ്ങൾ സംഭവിക്കും, എന്ത് തരത്തിലുള്ള നേട്ടങ്ങളാണ് ആയില്യ നക്ഷത്രക്കാർക്ക് സംഭവിക്കാനിരിക്കുന്നതെന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും നൽകി ഷെയർ ചെയ്ത് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാളും പേരും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ തീർച്ചയായും നിങ്ങളെ കൂടെ നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ സംശയ നിവാരണത്തിനും ദോഷ പരിഹാര നിർദ്ദേശങ്ങൾക്കും ഈ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്ത് വിശദവിവരങ്ങൾ നൽകിയാൽ എന്താണ് അറിയേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി അതിന് മറുപടി തരുന്നതായിരിക്കും. ഈ നക്ഷത്രത്തിൻ്റെ സ്വഭാവം പരിശോധിക്കുകയാണെങ്കിൽ, സംസാരത്തിൽ മാധുര്യമുള്ളവരും കലാപരമായി ചിന്തിക്കുന്നവരും ആഴത്തിലുള്ള ചിന്ത എന്നും സൂക്ഷിക്കുന്നവരും ചെറിയ ആശങ്കയുള്ള സ്വഭാവമുള്ളവരും കുടുംബത്തെ സംരക്ഷിക്കാൻ താല്പര്യമുള്ളവരും പെട്ടെന്ന് വികാരാധീനരാകുന്ന ഒരു സ്വഭാവമുള്ളവരുമാണ് ആയില്യ നക്ഷത്രക്കാർ. അതിൻ്റെ പൊതു സ്വഭാവം പരിശോധിക്കുമ്പോൾ ശനിയും ബൃഹസ്പതിയും അനുകൂല സ്ഥാനത്തുള്ള നക്ഷത്രമാണ് ആയില്യം. ധനകാര്യത്തിൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വലിയ വളർച്ചയുണ്ടാവും. പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും. ജീവിതത്തിലെ ബന്ധങ്ങൾ മെച്ചപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. ആത്മവിശ്വാസം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. യാത്രകളും പുതിയ പരിചയങ്ങളും ഒക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണിത്. സ്ഥിരത, പഴയ കടപ്പാട് തീർക്കൽ, ബിസിനസ്സിന് നല്ല വളർച്ച എന്നിവ ഏപ്രിൽ സെപ്റ്റംബർ മാസങ്ങളിൽ സംഭവിക്കാനുള്ള സാധ്യത. ഈ സമയമാണ് ജീവിതത്തിലെ പ്രധാനപ്പെട്ട സമയമെന്നും നമുക്ക് പറയാവുന്നതാണ്. സമാധാനപരമായ കുടുംബജീവിതമുണ്ടാവും. കുടുംബത്തിൽ ചടങ്ങുകൾ നടക്കും. ബന്ധുക്കളുടെ നല്ല പിന്തുണ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധം പരിശോധിക്കുമ്പോൾ ഇവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തീരെ വിരളമാണ്. പുതുതായി വിവാഹം കഴിച്ച സ്ത്രീകൾക്ക് ഗർഭധാരണത്തിനുള്ള സാധ്യതയും അനുകൂല സമയവുമാണ്. രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവർക്കും അതിൻ്റെയൊക്കെ നേതൃനിരയിലേക്ക് വരാനുള്ള സാധ്യത ഇപ്പോൾ കാണുകയാണ്. അവർ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനം ഉയരും. അതുപോലെ തന്നെ പ്രസ്ഥാനത്തിന് പേരും പ്രശസ്തിയും ലഭിക്കും. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം സിദ്ധിക്കുന്നതാണ്. കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ഏറെ ഭാഗ്യങ്ങൾ വരുന്ന സമയമാണ്. മാതാപിതാക്കൾക്ക് ആരോഗ്യപരമായി ഒരുപാട് മേന്മകളും ഉണ്ടാകും. അതുപോലെ തന്നെ പൊതുവെ പരിശോധിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ആഴത്തിൽ ചിന്തിക്കുന്ന സ്വഭാവക്കാരാണിവർ. കുടുംബത്തിലെ ബന്ധങ്ങളെ വിലമതിക്കാൻ എപ്പോഴും മുൻകൈയെടുക്കുന്നവരാണിവർ. ധനകാര്യപരമായ കാര്യങ്ങളിൽ വളരെയേറെ ജാഗ്രത പുലർത്തുന്നവരാണിവർ. കല, സംഗീതം, അധ്യാപനം, മാനേജ്മെൻറ്റ്, യാത്ര, ഗവൺമെൻറ്, ബാങ്കിങ് മേഖലകളിൽ ഉള്ള കഴിവ് ഇവയൊക്കെ പ്രത്യേകതയാണ്. പലപ്പോഴും അകത്തളത്തിലുള്ള ആശങ്കയും മനസാക്ഷിയും മൂലം തീരുമാനങ്ങളിൽ താമസം വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആത്മീയമായ കാര്യങ്ങളിൽ വളരെ അടുപ്പവും ഉയർച്ചയും ഇവർക്ക് കാണുന്നുണ്ട്. 2026 ബൃഹസ്പതി, രാഹു, കേതുവിൻ്റെ ചലനങ്ങൾ എന്നിവ ആയില്യ നക്ഷത്രക്കാർക്ക് ശരാശരി അല്ലെങ്കിൽ വളർച്ചയിലേക്ക് നീങ്ങുന്ന വർഷമായി അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ധനപ്രവാഹം വർദ്ധിക്കും. പഴയ കുടിശ്ശികകൾ അടയ്ക്കാൻ കഴിയുന്ന സമയമാണിത്. ഭൂമി, വീട്, പുതിയ വാഹനം ഇവ സംബന്ധിച്ച് പുതിയ തീരുമാനങ്ങൾ എടുക്കുകയോ വാങ്ങുകയോ ചെയ്യുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ഏപ്രിൽ മാസവും സെപ്റ്റംബർ മാസത്തിനിടയിൽ വളരെ വലിയ ഉയർച്ചകളുണ്ടാകും. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തവർക്ക് സൂക്ഷ്മമായ പഠനം നടത്തേണ്ടത് ആവശ്യമായി വരും. കുടുംബത്തിൽ സമാധാനമുള്ള വർഷമായിരിക്കും. വ്യക്തിഗതമായ പ്രശ്നങ്ങൾ പരിഹരിച്ച് ബന്ധം കെട്ടിപ്പടുക്കുന്ന സമയമാണിത്. പുതുമുഖ ബന്ധുക്കളുടെ വരവ്, ആഘോഷങ്ങൾ, ചടങ്ങുകൾ ഇവയൊക്കെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ചില മാസങ്ങൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായേക്കാം. പരസ്പരം മനസ്സിലാക്കി ജീവിതം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോകും. കൂട്ടായ തീരുമാനങ്ങളിലൂടെ ഒരുപാട് ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുന്ന സാഹചര്യവും ഉണ്ടാവും. പുതുതായി വിവാഹിതരായവർക്ക് ഗർഭധാരണത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. 2026 അംഗീകാരവും മാന്യതയും വർദ്ധിക്കുന്ന സാഹചര്യമാണ് പൊതുവേ ഉള്ളത്. മറ്റാളുകൾക്ക് മാർഗനിർദ്ദേശം നൽകേണ്ട സാഹചര്യവും നിങ്ങൾക്ക് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്.
നല്ല ആശയവിനിമയം അയൽവക്കക്കാരുമായിട്ടുണ്ടാകും. ചെറിയ തെറ്റിദ്ധാരണകൾ എന്നിവയൊക്കെ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ഒഴിവാക്കി പോകേണ്ടതാണ്. മാർച്ച്, ഒക്ടോബർ മാസങ്ങളിൽ വളരെ വേഗത്തിൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്ന സാധ്യതയുമുണ്ട്. വിദ്യാർത്ഥികളായ മക്കൾക്ക് 2026 വളരെ നല്ല വർഷമാണ്. വിദേശത്ത് പഠനം നടത്താനുള്ള സാധ്യതയുണ്ട്. മത്സര പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ നേടാനുള്ള സാധ്യതയുണ്ട്. അമ്മയുടെ ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ജനുവരിക്കും ഏപ്രിലിനും ഇടയിൽ വരാനുള്ള സാധ്യതയുണ്ട്. പിതാവിൻ്റെ ഭാഗ്യത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ശക്തമായ സമയമാണിത്. വിവാഹയോഗ്യതയെപ്പറ്റി പരിശോധിക്കുമ്പോൾ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങൾ താഴെ പറയുന്നവയാണ്: ഉത്രം, രേവതി, തിരുവാതിര, ചിത്തിര, ചോതി എന്നിവയും. പുരുഷന്മാർക്ക് ചേരാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ആയില്യം ഒരിക്കലും ചേരില്ല. അതുപോലെ തന്നെ മകം, അവിട്ടം, അനിഴം എന്നിവ ഒരിക്കലും ഈ ആയില്യം നക്ഷത്രത്തിൽ ചേർന്ന പുരുഷന്മാർക്ക് യോജിച്ചതല്ല. അതുപോലെ തന്നെ ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അനുയോജ്യമായ നക്ഷത്രങ്ങൾ താഴെ പറയുന്നവയാണ്: പുണർദം, ചോതി, വിശാഖം, ഉത്രാടം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ചേരാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കാർത്തിക, തിരുവോണം, ഭരണി, പുണർദം എന്നിവയൊക്കെയാണ്. നമുക്ക് ഈ 2026 ജനുവരി മുതൽ മാർച്ച് 31 വരെയുള്ള ഫലങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനകാര്യ കാര്യങ്ങളിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ വയ്ക്കേണ്ട സമയമാണിത്. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ വേണം. കാര്യം എപ്പോഴും ചെറിയ ക്ഷീണങ്ങൾ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും. കുടുംബത്തിലെപ്പോഴും സമാധാനപരമായ അന്തരീക്ഷമായിരിക്കും ഉണ്ടാകുക. പുതുതായി എന്തെങ്കിലും കരാറുകളിൽ ഏർപ്പെടുക, ബിസിനസ് ആരംഭിക്കുക, ഇവയൊക്കെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളെ സൃഷ്ടിച്ചേക്കാനുള്ള സാധ്യതയുണ്ട്. ആത്മവിശ്വാസം ഏറ്റവും കൂടുതൽ ഉയരുന്നൊരു സമയം കൂടെയാണ് ജനുവരി മുതൽ മാർച്ച് 31 വരെയുള്ള സമയമെന്ന് പറയുന്നത്. 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലത്തെ പരിശോധിക്കുമ്പോൾ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗഭാഗ്യകരമായ കാലമെന്നേ പറയാൻ കഴിയും. ജോലിയിലും ബിസിനസ്സിലും വളരെ ഉയർച്ചയുണ്ടാവും. പുതുതായി എന്തെങ്കിലുമൊക്കെ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. വിവാഹാദി കാര്യങ്ങൾ നടക്കാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് വിവാഹത്തിനുള്ള ആലോചനകളും ചർച്ചകളും വളരെ വേഗം മുന്നോട്ട് പോകും. അതിന് ഏറ്റവും അനുഗുണമായ സമയം കൂടെയാണിത്. നല്ല ഗതിയാണ് ഈ ചർച്ചകൾക്കൊക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നത്. 2026 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ പരിശോധിക്കുമ്പോൾ പുതിയതായുള്ള യാത്രകൾക്കുള്ള അവസരം ആയില്യം നക്ഷത്രക്കാർക്കുണ്ട്. പുതിയ ബന്ധുക്കളൊക്കെ വന്നു ചേരാനും അവരുമായിട്ട് ഇടപെടൽ വർദ്ധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഭാഗ്യങ്ങൾ അവർ തേടി വരും. അവർ മുഖാന്തരമോ അല്ലാതെയോ പുതിയ ചിലവുകൾ നിങ്ങൾക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. മാനസികമായ സമ്മർദ്ദം ചില ദിവസങ്ങൾ നിങ്ങളെ അലട്ടിയേക്കാം. ഇതൊക്കെ മാറ്റിവെച്ചിട്ട് ഈശ്വര പ്രാർത്ഥനയും ഗുരു പ്രാർത്ഥനയും ഒക്കെ തന്നെ ജീവിതത്തിൽ ശീലിക്കേണ്ടതാണ്. 2026 ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലത്തെ പരിശോധിക്കുമ്പോൾ വർഷത്തിലെ ഏറ്റവും ഫലനിഷ്ഠമായ സമയം എന്നാണ് നമുക്ക് പറയേണ്ടത്. ധനസമ്പാദനത്തിൻ്റെ കാര്യത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ജോലിയിൽ ആകസ്മികമായ നേട്ടങ്ങൾ വന്നു ചേരും. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ദേഹാസ്വാസ്ഥ്യം ശ്രദ്ധിക്കണം. കുറയാനാണ് സാധ്യത. പക്ഷേ പ്രായമായവരാണെങ്കിൽ അല്പശ്രദ്ധ നല്ലതായിട്ട്. കുടുംബത്ത് വലിയ ചടങ്ങുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പൊതുപരിപാടികളിലൊക്കെ പങ്കെടുത്ത് മുദ്രാവാക്യം വിളിക്കാനോ നാമം ജപിക്കാനോ കൂട്ടായിട്ടുള്ള ചടങ്ങ് പങ്കെടുക്കാനോ ഒക്കെ തന്നെയുള്ള അവസരം നിങ്ങളെ തേടിയെത്തുന്ന സാഹചര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ധനഭാഗ്യം, സ്ഥിരത, വളർച്ച, അതുപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ വരിക, ജീവിതത്തിൽ വലിയ സുഖം അനുഭവപ്പെടുക, കുറച്ച് പരിശ്രമം വേണ്ടി വരിക, ഇതൊക്കെ തന്നെ ഈ ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്നൊരു കാര്യമാണ്. കാര്യമായ ഉയർച്ചയും അംഗീകാരവും എല്ലാ രംഗത്തും നിങ്ങൾക്കുണ്ടാകും. കുട്ടികളുടെ കാര്യം പറയുമ്പോൾ അവർ വഴി ഉയർച്ചയുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വർഷത്തിൻ്റെ മധ്യത്തിൽ ഏറ്റവും നല്ല സമയമാണ് വിവാഹ ആലോചന സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ. 2026 വർഷത്തിൻ്റെ മധ്യത്തിൽ ഏറ്റവും നല്ല സമയമാണ് നിങ്ങൾ. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അജീർണത വരാനുള്ള സാധ്യതയുണ്ട്. മാനസികമായ ക്ഷീണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ വലുതായി നിങ്ങളെ ബാധിക്കാനുള്ള സാധ്യതയുമില്ല. നന്ദി, നമസ്കാരം.